യേശുക്രിസ്തുവിന്റെ നിറം എന്തായിരുന്നു? എന്തായാലും സായിപ്പിന്റെ നിറമല്ല. വെള്ളക്കാരനായിരുന്നില്ല യേശു. യേശു ഒരു ആഫ്രിക്കൻ പശ്ചിമേഷ്യൻ വംശജനാണ്, സെമിറ്റിക്. അതായത് നമ്മുടെയൊക്കെ നിറത്തേക്കാൾ ഇത്തിരി മെച്ചപ്പെട്ട നിറം. ഇറാഖികൾക്കും ഇറാൻകാർക്കും ഉള്ളതുപോലെയുള്ള നല്ല നിറം. വെളുത്തവർ എന്ന് തീർച്ചയായിട്ടും പറയാം. എങ്കിലും പിന്നെ കോക്കേഷ്യൻ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് നിറം ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആദ്യകാലത്തെ മാർപ്പാപ്പമാരിൽ ചിലർ ആഫ്രിക്കയിൽ നിന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ ശരിക്ക് കറുത്ത വർഗ്ഗക്കാരായിരുന്നു എന്നും പറയുന്നുണ്ട്. എങ്ങനെയായാലും ഒരു കറുത്ത മാർപ്പാപ്പ ഉടനെ വരുമോ എന്നുള്ള ചർച്ചയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ നിറത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ അമേരിക്കയിൽ ജീവിക്കുന്ന നമുക്ക് നിറത്തോട് അത്ര വലിയൊരു പഥ്യമില്ല. ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, നമ്മുടെ മക്കൾ ഒരു കറുത്ത വർഗ്ഗക്കാരനെ വിവാഹം കഴിച്ചാൽ നമ്മളാരും ഓക്കെ, അത് അവരുടെ ഇഷ്ടം എന്നേ പറയുള്ളൂ. അത് വിവാഹം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ നാട്ടിലെ പോലെ അതിശക്തമായിട്ടുള്ള എതിർപ്പൊന്നും നമ്മളിൽ ആരും തന്നെ പ്രകടിപ്പിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വെളുമ്പനെ വേണേൽ കെട്ടിക്കോട്ടെ, വെളുമ്പനെ കെട്ടിയാൽ വളരെ സന്തോഷം, കൊണ്ടു നടക്കാൻ നമുക്ക് ഒരു സന്തോഷം കൂടുതലുണ്ട്. കറമ്പനയാണെങ്കിൽ നമുക്ക് അത്ര സന്തോഷമില്ല, നമുക്ക് താല്പര്യവും കുറവുണ്ട്. എന്തുകൊണ്ടോ ആ നിറത്തോട് നമുക്ക് ഒരു അഭിനിവേശം, അത് ഇന്ത്യക്കാരുടെ രക്തത്തിലുണ്ടെന്ന് തോന്നുന്നു. ആ നിറം അതിൻ്റെ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഈ സ്വർണത്തോടുള്ള അഭിനിവേശം, നമ്മുടെ ആ നിറം ഒരു ഇടത്തരം കലർന്ന നിറത്തിൽ ഈ സ്വർണം കിടക്കുമ്പം കുറച്ചുകൂടി ഒരു തിളക്കം വരും, കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ വരും. അതാണ് ചൈനക്കാരും പറഞ്ഞത്, നമ്മുടെ ആ സ്വർണത്തോടുള്ള ഭ്രമം, നമ്മുടെ കളറ് മോശമായതുകൊണ്ടാണ് നമുക്ക് ആ താല്പര്യം വരുന്നതെന്ന്. കാരണം ഒരു ജനതയ്ക്കും ഈ സ്വർണത്തോട് ഇങ്ങനെ താല്പര്യമില്ല. ആ നിറം സായിപ്പുമാർക്കില്ല, കറമ്പർക്കില്ല, ചൈനക്കാർക്കില്ല. അപ്പം ഇന്ത്യക്കാർക്ക് മാത്രമുള്ള ഒരു രോഗമാണത്. അപ്പോൾ എന്തായാലും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റുമാനൂർ ഒരു സ്ത്രീ, ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഡ്വക്കേറ്റായ ഒരു സ്ത്രീ മരിച്ചു. അപ്പോൾ അവരുടെ നിറം പോരായിരുന്നു എന്ന് പറഞ്ഞ് അമ്മായിയമ്മയല്ല വീട്ടുകാർ ഒക്കെ കൂടെ പരാതി പറയുകയോ അവരെ കളിയാക്കുകയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഒരാളുടെ നിറം കൂടുകയോ കുറയുകയോ എന്ന് അയാളുടെ കുഴപ്പമല്ല, അയാൾ അങ്ങനെ ജനിക്കുന്നതാണ്. അപ്പോൾ അയാളെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ ഹീനമായ ഒരു കാര്യമാണ്. അതിലേറ്റവും സങ്കടകരം, വിവാഹത്തിന് മുമ്പ് നിറമൊക്കെ നോക്കിയിട്ടല്ലേ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം ഒരുതരം വർത്തമാനം പറയുന്ന അങ്ങനെയുള്ളവരുടെ കർണത്തിന് 2 പൊട്ടീരാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പറയുന്ന അമ്മായിയപ്പനായാലും അമ്മായിയമ്മയായാലും കെട്ടിയവനായാലും. കാരണം അതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ വിവാഹം കഴിക്കാനായിട്ട്.